നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് എൻഡോക്രൈനോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റിയാസ് ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസത്തിനാണ്. അത് ജന്മനാ തന്നെ ചില കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസം കാണപ്പെടാറുണ്ട്. അത് മാത്രമല്ല, മുതിർന്ന കുട്ടികളിലും ചിലപ്പോൾ പുതിയതായി ഹൈപ്പോതൈറോയിഡിസം രൂപപ്പെട്ട് വരാറുമുണ്ട്. പിന്നീടുള്ള ഒരു പ്രശ്നം വളർച്ചക്കുറവ് അല്ലെങ്കിൽ പൊക്കക്കുറവ് എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളിൽ ചിലർക്കെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുതിർന്നവരിലെന്ന പോലെ കുട്ടികളിലും ഡയബറ്റിസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം വരികയാണെങ്കിൽ അത് കുട്ടികളുടെ വളർച്ച എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ജന്മനാ ഉള്ള ഹൈപ്പോതൈറോയിഡിസം. ഇത് നമ്മൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളിൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണപ്പെടണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രധാനമായിട്ടും പ്രസവിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ പ്രസവിച്ച ഏതാനും ദിവസങ്ങൾക്കകം കുഞ്ഞിൻ്റെ രക്തം പരിശോധിച്ച് മാത്രമേ അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ അതിന് ചികിത്സ നൽകുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതേസമയം ഇത് നമ്മൾ അറിയാതെ ചികിത്സ കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം, വളർച്ചക്കുറവ് തുടങ്ങിയ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ജന്മനാലുള്ള ഉണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം വരാനുള്ള കാരണങ്ങൾ? ഹൈപ്പോതൈറോയിഡിസം പ്രധാനമായിട്ടും കുട്ടികളിൽ വരുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ രൂപപ്പെടൽ തന്നെ, ജന്മനാ തന്നെ ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തൈറോയിഡ് ഗ്രന്ഥി രൂപപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി വളരെ ചെറുതായിരിക്കുക, അതിൻ്റെ സ്ഥാനം മാറിയിരിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ജന്മനാ ഹൈപ്പോതൈറോയിഡിസം കാണപ്പെടുന്നത്. അത് നമുക്ക് പലവിധ ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ? ഇത് ഈ പറഞ്ഞതുപോലെ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുമെങ്കിലും ഇതിൻ്റെ ചികിത്സ വളരെ എളുപ്പമാണ്. ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺ നമുക്ക് ഗുളിക രൂപത്തിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. അത് ശരിയായ അളവിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ചേർത്തലയിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്തേ. നമസ്തേ. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവനിപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു. പക്ഷേ സൗണ്ട് ഒന്നും മാറിയിട്ടില്ല. പിന്നെ പുള്ളിക്ക് തീരെ വെയിറ്റും കുറവാണ്. 35 കിലോ ഉള്ളൂ ഇപ്പോഴും. പൊക്കമോ? കുട്ടിയുടെ പൊക്കം കുറവാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു 14 വയസ്സോടുകൂടി ആൺകുട്ടികളിൽ നമുക്ക് ഒരു മുതിർന്ന ഭാവത്തിലേക്ക് ഒരു പുരുഷനാകുന്ന വ്യത്യാസങ്ങൾ കാണണം. നിങ്ങൾ പറഞ്ഞതുപോലെ സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മീശരോമങ്ങൾ, താടിരോമങ്ങളൊക്കെ വളർന്ന് തുടങ്ങാനുള്ള ഒരു സമയം ഒക്കെ ആയിക്കഴിഞ്ഞു 16 വയസ്സായപ്പോഴത്തേക്ക്. അപ്പോൾ ആ സമയത്തും കുട്ടിക്ക് ഇതുപോലെ ഒരു പൊക്കക്കുറവും ഇതുപോലെയുള്ള ഒരു മാറ്റങ്ങളും കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ സമീപിച്ച് ഹോർമോൺ സംബന്ധമായ എന്തെങ്കിലും കാരണങ്ങളാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ, ഞാൻ ഡൽഹിയിൽ നിന്നാണ് പറയുന്നത്. എന്റെ മോൾക്ക് ഇപ്പോൾ 17 ഇയേഴ്സ് ഇപ്പൊ ഈ ജനുവരിയിലായേ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. 17 ഇയേഴ്സ് ആയപ്പോ മോൾക്ക് ഇറഗുലർ ആയിട്ടാണ് ഈ പീരിയഡ്സ് വരുന്നത്. ചിലപ്പോഴൊക്കെ 2, 3, 4 മാസം വരാതിരുന്നിട്ടൊക്കെ വരും. ഞങ്ങളൊരു 17 ഇയേഴ്സ് ഇപ്പൊ ഈ ജനുവരിയിൽ 17 ഇയേഴ്സ്. എത്ര വയസ്സിലാണ് പീരിയഡ്സ് വന്നു തുടങ്ങിയത്? മോൾക്ക് 12 ഇയേഴ്സിൽ വന്നു. ഓക്കെ. കാരണം കുട്ടികളിൽ പീരിയഡ്സ് വന്ന് തുടങ്ങിക്കഴിഞ്ഞ ആദ്യത്തെ 1-2 വർഷം അമ്മ പറഞ്ഞതുപോലെ ഇതുപോലെ ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് വരാം. അതൊരു സാധാരണമായ വ്യതിയാനമാണ്. പക്ഷേ പീരിയഡ്സ് വന്ന 5 വർഷത്തിന് ശേഷവും അത് റെഗുലറായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. വന്നല്ല ഇപ്പോഴും ഇപ്പൊ അങ്ങനെ ഇറഗുലർ ആയിട്ട് ഇപ്പം വന്നിട്ട് ഞങ്ങളൊരു 16 ഇയേഴ്സ് കംപ്ലീറ്റ് ആകുന്നിടം വരെയും പോയില്ല, ആരെയും കാണിച്ചില്ല. ഇപ്പൊ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒന്ന് പോയി, ഇങ്ങനെ ഇറഗുലർ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴ് അവര് ഒരു അൾട്രാസൗണ്ട് ഒന്ന് ചെയ്യിച്ചായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്യിച്ചപ്പോ അവര് പറഞ്ഞു എന്തോ പോളിസിസ്റ്റ്, അങ്ങനെ എല്ലാ കുട്ടികൾക്കും തന്നെ ഇത്
ഒരു 95% പെൺകുട്ടികളിലും ഉള്ളതാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറഞ്ഞു കാണും അല്ലേ? അങ്ങനെ എന്തോ പോളിസിസ്റ്റ്, അത് നേരിയ തോതിലാണെന്നും പറഞ്ഞു. അത് നിങ്ങള് വിഷമിക്കണ്ട. മോക്ക് തടിയുള്ള കൂട്ടത്തിലാണോ? വെയിറ്റ് കൂടുതലുള്ള? ഒരുപാട് തടിയില്ല, നോർമലേ ഉള്ളൂ, വലിയ തടിയൊന്നുമില്ല. ഇത് നമുക്ക് കൗമാരപ്രായക്കാരായ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമുക്കറിയാം, ഓരോ മാസവും ഒരു അണ്ഡം വെച്ച് നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് രൂപപ്പെടുകയും അതിൻ്റെ ആ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് പീരീഡ്സ് ഉണ്ടാകുന്നത്. ചില അവസരങ്ങളിൽ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം നമുക്ക് ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ രൂപപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകാം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായും നമ്മൾ പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പാർട്ടാണെന്ന് പറയും. നമ്മൾ വ്യായാമം കൊണ്ടും ആഹാരത്തിൻ്റെ നിയന്ത്രണം കൊണ്ടും നമ്മുടെ വെയിറ്റ് കുറച്ചുകൊണ്ടുമൊക്കെയാണ് അതിൻ്റെ ചികിത്സ പ്രധാനമായും വരുന്നത്. ചില കുട്ടികളിൽ നമുക്ക് മരുന്നുകളും ആവശ്യമായിട്ട് വന്നേക്കും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്റെ പേര് ജോൺ എന്നാണ്. റാന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുക. പറഞ്ഞോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ കൊച്ചുമകൾ 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സാകാൻ പോകുന്നു. ജനിച്ചപ്പോൾ മോള് തന്നെ ജനിച്ചുള്ള മുട്ട വലയേണ്ട സമയം, അത് സമയത്തൊന്നും മുട്ട വലയുന്നില്ലായിരുന്നു. കുറച്ച് ഇന്ത്യക്ക് അങ്ങനെയുള്ള പ്ലാനുകൾ കാണിച്ചു. പക്ഷെ ഇപ്പൊ 7 വയസ്സായപ്പോഴേ കുഞ്ഞിനെ നടക്കാൻ വല്ല കാലിന്റെ മുട്ടിന് ആന്ത്രാസ് എന്നുള്ള അസുഖമാണെന്നാണ് പറയുന്നത്. മുട്ടിന് നീരുണ്ട്, മുടന്തുകൊണ്ട്. കുട്ടി ഇവിടെ ഇല്ല, ഇപ്പോഴേ കുവൈറ്റിലാണ് താമസിക്കാൻ. നാട്ടിൽ വരും. എന്താണ് അതിന് പ്രതിവിധി എന്നുള്ള? കുഞ്ഞിന് നമുക്ക് ബുദ്ധി വളർച്ചയൊക്കെ എങ്ങനെയാണ്? സംസാരമൊക്കെ എങ്ങനെയാണ്? അതൊന്നും കുഴപ്പമില്ല. ആകെപ്പാട് ചലനത്തിനുള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ? അതെ. വയസ്സ് കൂടുന്തോറും ഈ മുടന്ത് കൂടി വരികയാണ്. എന്തോ ഒരു കോസ്റ്റ്ലി ഇഞ്ചക്ഷൻ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി. ഈ കുട്ടി സാധാരണ മറ്റു കുട്ടികളെ പോലെ 1 വയസ്സിൽ നിൽക്കുകയും നടന്നു തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ നടക്കാൻ വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ. പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ കുഞ്ഞിന്? ഇല്ല, നമുക്കറിയാം, ഒന്നുമില്ലായിരുന്നു. പ്രസവ സമയത്ത് ഒന്നുമില്ലായിരുന്നു. സാധാരണ വെയിറ്റ് ആയിരുന്നു. മാസം തികഞ്ഞാണ് പ്രസവിച്ചത്. അതെ. ഓക്കെ. അപ്പോൾ വേറൊരു കുഴപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ, യൂട്രസ് എന്തോ പ്രശ്നമാക്കി ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു ഈ പ്രഗ്നൻസി പീരീഡിൽ തന്നെ. അത് നടന്നിരുന്നു. അതാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇതൊരു ഹോർമോൺ സംബന്ധമായ ഒരു അസുഖമായിട്ട് തോന്നുന്നില്ല. മിക്കവാറും ഇത് ജന്മനാ ഈ കാലിൻ്റെ എന്തെങ്കിലും ഒരു വൈകല്യമായിരിക്കാനാണ് സാധ്യത. കാരണം ഈ ഹൈപ്പോതൈറോയിഡിസമാണ് ഇങ്ങനെ കുട്ടികളിൽ ബുദ്ധിമാന്ദ്യവും അതുപോലെ ഡെവലപ്മെൻറ്റലായുള്ള ഡിലേ ഉണ്ടാക്കുന്ന അസുഖം. പക്ഷേ അതിൽ ബുദ്ധിമാന്ദ്യം ഇല്ലാതെയും മറ്റു കാര്യങ്ങൾ സംസാരത്തിലും മറ്റും ഒരു അപാകതയും ഇല്ലാതെ നയിച്ചത് മുട്ടിന് മാത്രം പ്രശ്നമായിട്ട് വരുന്നത് വളരെ നമുക്ക് അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹോർമോൺ സംബന്ധമായ അസുഖമായിട്ട് തോന്നുന്നില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് അഖില, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. ഡോക്ടറുടെ മോന് 8 വയസ്സാണ്. ഒരു കുട്ടിയേ ഉള്ളൂ. ഏത് പ്രായം തൊട്ടാണോ ഇതിന്റെ ഹോർമോൺ ചേഞ്ച് ഇതൊക്കെ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈയിടെ കൊണ്ട് ഭയങ്കര ദേഷ്യം, എന്തോ പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും. ഒന്ന് നമ്മള് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും സ്വന്തമായിട്ടൊരു ഒപ്പീനിയനാ, എന്തോ പറഞ്ഞാലും. നമ്മള് കുറ്റം ചെയ്ത് ആടി കൊടുക്കുവാണേലും കരയത്തൊന്നുമില്ല ഇപ്പം. പക്ഷെ ഇങ്ങനെ നമ്മളെ ദേഷിച്ചു നോക്കിട്ട്. 8 വയസ്സ് പൂർത്തിയായോ കുഞ്ഞിന്? 8 വയസ്സ് കഴിഞ്ഞപ്പോ. സാധാരണ കൗമാരത്തിന്റെ വ്യത്യാസങ്ങൾ പെൺകുട്ടികളിൽ 8 വയസ്സ് മുതലും ആൺകുട്ടികളിൽ 9 വയസ്സ് മുതലുമാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ 8 വയസ്സ് പൂർത്തിയായ 9 വയസ്സിനോട് അടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൗമാരപ്രായത്തിൻ്റെതായ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാകാം കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. കുട്ടികളിലെ ഹോർമോൺ കുറവിനെക്കുറിച്ചും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് കുട്ടികൾക്ക് വളർച്ചക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് തീർച്ചയായും ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് അത് നേരത്തെ വളർച്ചക്കുറവ് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കുഞ്ഞിനെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ തൂക്കവും പൊക്കവും നമ്മൾ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ അസുഖങ്ങൾക്കായിട്ടോ കുത്തിവയ്പ്പിനായിട്ടോ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചാർട്ടിൽ ഈ കുഞ്ഞിൻ്റെ പൊക്കം ഓരോ സമയത്തും ഓരോ വയസ്സിലും 6 മാസം ഇടവിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വളർച്ചക്കുറവ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ ഈ കുട്ടിയെ വളരെ നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാനും സാധിക്കുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹവും ഹോർമോണുമായിട്ട് ബന്ധം കാണപ്പെടുന്നുണ്ട്. തീർച്ചയായും. അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുട്ടികളിലെ പ്രമേഹം മുതിർന്നവരിലെ പ്രമേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മുതിർന്നവരിലെ പ്രമേഹം ഉണ്ടാകുന്നത് പ്രധാനമായും അമിതവണ്ണമുള്ളവർക്കും ആഹാരത്തിൽ നിയന്ത്രണം പാലിക്കാത്തവർക്കും വ്യായാമം കുറവായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ ഡയബറ്റിസ് ഉള്ള ആളുകൾക്കുമൊക്കെയാണ്. അതേസമയം കുഞ്ഞുങ്ങളിൽ ഇത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ഈ പാൻക്രിയാസിന് എന്തെങ്കിലും ഒരു കേട് വന്നിട്ട് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥയിലാണ് കുട്ടികളിൽ നമുക്ക് ഡയബറ്റിസ് കാണപ്പെടുന്നത്. കുട്ടികളിലെ ആസ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ക്രോണിക് ഡിസീസാണ് ഡയബറ്റിസ് കുട്ടികളിൽ. പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡയബറ്റിസ് കുട്ടികളിൽ വരും എന്നുള്ള അറിവ് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കണ്ടെത്തൽ വളരെ താമസിച്ചു പോകും. കുട്ടികൾക്ക് ആദ്യ ലക്ഷണങ്ങളായ അമിതമായ മൂത്രമൊഴിപ്പ്, അമിതമായ ദാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണാതിരിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഒടുവിൽ ഇൻസുലിൻ്റെ അളവ് തീരെ കുറഞ്ഞിട്ട് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് ഒരുപാട് കൂടി ബോധം നശിച്ച രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ആശുപത്രിയിലെത്തി രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് കണ്ടെത്തിയെന്ന് വരത്തുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ടെലിഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സലീം, മലപ്പുറത്ത് നിന്നാണ്. ഡോക്ടറിന് ചോദിച്ചോളൂ. ചോദിച്ചോ. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള അമിത രോമ വളർച്ച അത് ഹോർമോൺ വ്യതിയാനം മൂലമാണെന്ന് മനസ്സിലാക്കുന്നു. പറയൂ. അതിനിപ്പോ എന്താ സാറേ ഈ പ്രതിവിധി എന്താണ് ഈ അമിത രോമ വളർച്ചക്കുള്ള? ഈ രോമവളർച്ച നമുക്ക് 2 രീതിയിലുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ അമിതമായ രോമം വളരുന്നത് പലപ്പോഴും നമുക്ക് ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ അമിതമായിട്ട് ശരീരത്തിൽ മൊത്തത്തിൽ രോമമുള്ള ആളുകളാണെങ്കിൽ കുട്ടികളിലും അങ്ങനെ കാണപ്പെടാറുണ്ട്. അതിനെ നമ്മൾ സാധാരണ ഒരു അസുഖമായിട്ട് കാണാറില്ല. അതൊരു കോസ്മെറ്റിക് പ്രോബ്ലമായി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ രോമം റിമൂവ് ചെയ്യുന്ന മരുന്നുകളോ അങ്ങനെയുള്ള ചികിത്സയോ നമുക്ക് തേടാം. അതേസമയം ഈ പുരുഷന്മാരിൽ രോമം വളരുന്ന അവസ്ഥയിൽ പെൺകുട്ടികളിൽ വരികയാണെങ്കിൽ അതിപ്പോൾ താടി രോമങ്ങൾ വളരുക, അതെ അതാ ഞാൻ പറയാം. ഇപ്പോൾ ഇത് താടി രോമങ്ങൾ വരിക, പുരുഷന്മാർക്ക് മീശ വരുന്നത് പോലെ പെൺകുട്ടികൾക്ക് വരിക, നെഞ്ചത്ത് രോമം വളരുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ പ്രധാനമായും പുരുഷ ഹോർമോൺ പെൺകുട്ടികളിൽ കാണുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണഗതിയിൽ സംശയിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ അതെന്താണെന്ന് കണ്ടെത്താനും അതിന് ശരിയായ പ്രതിവിധി നമുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്. ഡോക്ടറിന് ചോദിച്ചോളൂ. രമ്യ ചോദിച്ചു. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. സാറേ, ഞാൻ മകന് വേണ്ടി വിളിക്കുകയാണേ. പറഞ്ഞോളൂ. മകന് 10 വയസ്സായി. ഈ ചെറുതിലെ തൊട്ട് ഈ വായ്ക്കകത്തും ഈ മോണയ്ക്ക് നാക്കയിലൊക്കെ ചെറുതായിട്ട് തൊലി പോയിട്ട് ഇങ്ങനെ പൊട്ടി ഒരു വ്രണം പോലെ ചെറുതായിട്ട് അത് മുറയ്ക്കുണ്ട്. അതിങ്ങനെ വന്നു പോയി നിൽക്കുക. ഇത് സാധാരണ നമ്മൾ ആഫ്തസ് അൾസർ എന്ന് പറയും. ഇത് കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഒരു രോഗമാണ്. പക്ഷെ ഹോർമോണുമായി ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ചില ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ കുറവ് ഉള്ള ആളുകളിൽ ഇതങ്ങനെ നമ്മൾ കാണാറുണ്ട്. ബി കോംപ്ലക്സ് ഈ സിറപ്പൊക്കെ വാങ്ങി കൊടുത്തതാണ് കുറെ, എന്നിട്ടും അത് വീണ്ടും ഇങ്ങനെ കാണപ്പെടും. അതെ, പക്ഷെ അതിന് ഹോർമോണുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതിൻ്റെ കാരണങ്ങൾ മറ്റെന്തെങ്കിലും പല കാരണങ്ങളുണ്ട്. അത് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സാധാരണയായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം എന്തൊക്കെ പരിശോധനകളിലൂടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹൈപ്പോതൈറോയിഡിസം കണ്ടെത്തുന്നത്
നമ്മൾ 3 ഹോർമോണുകളാണ് പ്രധാനമായും ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് TSH എന്ന് പറഞ്ഞ ഹോർമോൺ, പിന്നെ T4, പിന്നെ T3. അപ്പോൾ ഇത് നമ്മൾ കുട്ടിയുടെ പ്രായമനുസരിച്ച്, ഇപ്പോൾ നവജാത ശിശുക്കളിലാണെങ്കിൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഒരു ടെസ്റ്റ് ചെയ്താൽ മതിയാവും. TSH മാത്രം പ്രസവിച്ച് ഒരു 2-3 ദിവസം പ്രായമുള്ള കുട്ടിയുടെ ഹീലിൽ നിന്ന്, കാലിലെ ഉപ്പൂറ്റിയുടെ ഭാഗത്തു നിന്ന് 1-2 തുള്ളി രക്തം ഫിൽറ്റർ പേപ്പറിലെടുത്ത് പരിശോധനയ്ക്ക് അയച്ചാൽ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് സംശയമുള്ള ഒരു കുട്ടിയുടെ രക്തം പരിശോധിച്ചാൽ മാത്രം മതി. രക്തത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പിന്നെ വളർച്ചക്കുറവുള്ള കുട്ടികളിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന ടെസ്റ്റാണ്. പക്ഷേ ആ ടെസ്റ്റ് നമ്മൾ പലപ്പോഴും നമുക്ക് ആശുപത്രിയിൽ കിടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഈ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്ത് മാത്രം ചെയ്യേണ്ട ടെസ്റ്റാണ്. അത് ലാബിൽ പോയി ഒരു തവണ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നതല്ല. ഡോക്ടർ ലൈവിൽ ഇനി ചെറിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. കുട്ടികളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനവും അതേ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ പ്രമേഹമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം പ്രമേഹത്തിന് നമുക്കെല്ലാവർക്കും അറിയാം, ദീർഘകാലം പ്രമേഹമുള്ള മുതിർന്നവർക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ കിഡ്നിക്കും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ തകരാറ് വരുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളിൽ പ്രമേഹം വരുമ്പോൾ മുതിർന്നവരിൽ വരുന്നതിനേക്കാളും വളരെ നേരത്തെ ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ ശരിയായ രീതിയിൽ ഇൻസുലിൻ കൊടുക്കുകയും ശരിയായ രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കുകയും വ്യായാമം ചെയ്യുകയും അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൃത്യമായ രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഡയബറ്റിസ് കുഞ്ഞു പ്രായത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വിജയം നേടിയിട്ടുമുണ്ട്. സാധാരണ ജീവിതം ഇവർക്ക് സാധ്യമാണ്? തീർച്ചയായും, ഒരു സംശയവും വേണ്ട. സാധാരണയായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ കണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 തരം തൈറോയ്ഡ് പ്രശ്നങ്ങളാണ്. ഒന്ന് ജന്മനാ ഉള്ള തൈറോയ്ഡ് പ്രശ്നങ്ങളും പിന്നീട് തൈറോയ്ഡൈറ്റിസ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ കാണുന്നത്. മുതിർന്ന ആളുകളിലും ഇതേ രോഗങ്ങൾ കാണാറുണ്ട്. കുട്ടികളിൽ കാണപ്പെടുന്ന ഈ തൈറോയ്ഡ് പ്രശ്നങ്ങളിൽ നമ്മൾ ശരിക്കും ആദ്യമേ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ തൈറോയ്ഡൈറ്റിസ് ഉള്ള കുട്ടികളിൽ ചിലർക്കെങ്കിലും കുറച്ച് സമയത്തേക്ക് മരുന്ന് കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റിയേക്കും. പക്ഷേ ജന്മനാ ഉള്ള തൈറോയ്ഡ് രോഗങ്ങൾക്ക് നമുക്ക് മിക്കവാറുമൊക്കെ ആജീവനാന്തകാലം മരുന്ന് കഴിക്കേണ്ടി വന്നു. ഗോയിറ്റർ ഉള്ള കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് ചികിത്സ നടത്തേണ്ടത്? ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ എന്തെങ്കിലും ഒരു വൈകല്യം മൂലമാണ് ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടും ആകാം. അപ്പോൾ ഇതിൽ ഏതാണ് എന്ന് കണ്ടെത്തുക. ഹൈപ്പോതൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് അതിൻ്റെ ചികിത്സ. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ കുട്ടികളിൽ പ്രധാനമായും തൈറോയ്ഡ് ഹോർമോണിന് എതിരെയുള്ള ചില മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നതായി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ജോസ്, ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോന് 16 വയസ്സുണ്ട്. മോന്റെ മുഖത്തും ഈ ശരീരത്തൊക്കെ ഇങ്ങനെ മുഖക്കുരു വരുന്ന പോലെ കുരുക്കളുണ്ടായി. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ഓക്കെ. അതിനെന്താണ് ഒരു പ്രതിവിധി? ഇപ്പൊ മോന് 16 വയസ്സുണ്ട്. ഓക്കെ. സാധാരണ കൗമാരപ്രായത്തിൽ നമ്മുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സമയമാണ്. ആ സമയത്ത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ പ്രക്രിയയാണ് ഇതുപോലെയുള്ള മുഖക്കുരു വരിക എന്നുള്ളത്. അപ്പോൾ അവരെ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത് വളർച്ചയുടെ ഒരു ഭാഗമാണെന്നും ഇതിനെക്കുറിച്ച് ഒരുപാട് ആവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ്. അതേസമയം അത് നമുക്ക് മുഖം വികൃതമാകുന്ന രീതിയിൽ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പലതരം ക്രീമുകളും ആൻറ്റിബയോട്ടിക് മരുന്നുകളുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
പിന്നീടൊരു കാര്യം, ഇത് ഒരു 1-2 വർഷം കൂടി കഴിയുമ്പോൾ ഹോർമോൺ ലെവലുകളൊക്കെ ഒന്നുകൂടി സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. സാധാരണയായിട്ട് പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വളരെ നേരത്തെ തന്നെ ആർത്തവ ചക്രം തുടങ്ങുക എന്നുള്ളത്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ചികിത്സ എന്തെങ്കിലും നൽകേണ്ടതുണ്ടോ? അതെ, പ്രധാനമായും നമ്മൾ കുട്ടികളിൽ ഒരു 8 വയസ്സിന് മുൻപ് കൗമാരത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ അത് പീഡിയാട്രിഷ്യൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പെൺകുട്ടികളിൽ കൗമാരത്തിൻ്റെ ആദ്യ സൂചന എന്ന് പറയുന്നത് മാറിൻ്റെ വളർച്ചയാണ്. അപ്പോൾ മാറിൻ്റെ വളർച്ച സാധാരണഗതിയിൽ 8 വയസ്സിന് ശേഷമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് മാസമുറ തുടങ്ങുന്നത്. അതേസമയം 8 വയസ്സിന് മുൻപേ മാറിൻ്റെ വളർച്ച കാണുകയാണെങ്കിൽ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ കാണുകയും അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുകയും വേണം. രക്തപരിശോധനയിലൂടെ നമുക്ക് അതിൻ്റെ കാരണം കണ്ടെത്താനും, അങ്ങനെയെങ്കിൽ ഇത് ഒരു ചികിത്സ ആവശ്യമുള്ള കാര്യമായി വരികയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹരിക്കാനും ചികിത്സിക്കാനും പറ്റും. ഈ ഒരു കൗമാരത്തിന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ 10 വയസ്സ് വരെ നമുക്കത് വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചില കുട്ടികളിൽ ആർത്തവ ചക്രം വളരെ വൈകിയാണ് വരുന്നത്. അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചികിത്സയാണ് നൽകാൻ കഴിയുന്നത്? അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികളിൽ ഒരു 16, 17, 18 വയസ്സായിട്ടും ആർത്തവം ഉണ്ടാകാതിരിക്കുമ്പോഴാണ് അമ്മമാർ കുട്ടികളെയും കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 9 വയസ്സ് 8 വയസ്സ് 9 വയസ്സ് കഴിയുമ്പോഴേ മാറിൻ്റെ തടിപ്പ് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അതൊരു 10 വയസ്സിൽ ചില കുട്ടികൾക്ക് തുടങ്ങാം, 11 വയസ്സാകാം. പക്ഷേ ഒരു 12, 13 വയസ്സായതിനു ശേഷവും ഒരു മാറ്റവും കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല എങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ട്. കാരണം ഒരു ദിവസം പെട്ടെന്ന് ആർത്തവം വരികയല്ല ഉണ്ടാവുക. മാറിൻ്റെ വളർച്ച വരിക, രോമ വളർച്ച വരിക, പിന്നീട് ആർത്തവം ഉണ്ടാകുക. ആ രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ നമ്മളിത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും നമുക്ക് ചികിത്സിക്കാനും പറ്റും. ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിനോടൊപ്പം പൊക്കക്കുറവുണ്ടാകാം. അപ്പം നമ്മൾ നേരത്തെ ചികിത്സിച്ചാൽ മാത്രമേ പൊക്കക്കുറവിനുള്ള ചികിത്സയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ആൻഡ് എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റിയാസ് ആണ് ഇന്ന് ഡോക്ടർ ലൈവിൽ പങ്കെടുത്തത്. കുട്ടികളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനവും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നന്ദി, നമസ്കാരം.